ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് മാർക്കറ്റിലോട്ട് പോകാം. ഞാനൊന്ന് ഗേറ്റൊക്കെ ലോക്ക് ചെയ്തു. നമ്മൾ രണ്ടുപേരും കൂടി സ്കൂട്ടറിൽ ഒന്ന് മാർക്കറ്റിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടുത്തെ വലിയ മാർക്കറ്റ് എന്ന് പറയുന്നത് തിങ്കളും പിന്നെ വ്യാഴവുമാണ്. അന്ന് ഈ 2 ദിവസങ്ങളിലാണ് വലിയ മാർക്കറ്റ് ഉണ്ടാകുക. അതായത് അന്നാണ് ഈ മൊത്തമായിട്ട് കച്ചവടക്കാർ കൊണ്ടുവന്ന് സാധനങ്ങളൊക്കെ വിൽക്കുന്നത്. അന്നത്തെ ദിവസമാണ്. അതായത് തേങ്ങയും പിന്നെ കൊലയും ഇതൊക്കെ മൊത്തമായിട്ട് കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ കച്ചവടക്കാർ വാങ്ങിച്ച് വിൽക്കുന്ന ദിവസം. അപ്പം നമുക്ക് മാർക്കറ്റിലോട്ട് പോകാം. നമ്മൾ ഇപ്പോൾ ജംഗ്ഷനിലെത്തി, അതായത് മാർക്കറ്റ് റോഡിലോട്ട് പോകണം. ഇത് കാട്ടാക്കടയാണ്. കാട്ടാക്കട ജംഗ്ഷനിലേക്ക് നമ്മൾ മാർക്കറ്റ് റോഡിലോട്ട് പോവുകയാണ്. ഈ റോഡാണ് മാർക്കറ്റ് റോഡ്. അപ്പം നമുക്ക് മുന്നോട്ട് പോകാം. ഇത് നമ്മൾ ഏകദേശം ഇതാണ് ചന്തയുടെ ആദ്യത്തെ ഗേറ്റ്. ഇത് രണ്ടാമത്തെ ഗേറ്റ്. ഈ രണ്ടാമത്തെ ഗേറ്റിൽ കൂടെ ഞങ്ങൾ കയറാൻ പോകുന്നത്. കാരണം നമുക്ക് വണ്ടി കൊണ്ട് നിർത്താൻ അങ്ങനെ ഈ വാതിലിൽ കൂടിയാണ് ലോറിയൊക്കെ വന്ന് മലക്കറികളും തേങ്ങയൊക്കെ വന്നിറങ്ങുന്ന ഈ ഗേറ്റിൽ കൂടിയാണ്. ഇവിടെ കൂടി അകത്ത് കയറി അതിനകത്ത് ലോറിയിൽ സാധനങ്ങളൊക്കെ ഇറക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ 2 വീലർ ഞങ്ങളിപ്പോൾ ഒരു സൈഡിൽ ഒതുക്കിയിട്ട് ഞങ്ങളകത്തോട്ട് കയറാൻ പോവുകയാണ്. ഒരു സൈഡിലൊക്കെ വണ്ടി കൊണ്ടൊക്കെ ഒതുക്കിയിട്ടുണ്ട്. നമുക്ക് വെജിറ്റബിളൊക്കെ പല സ്ഥലത്തുമായിട്ടൊക്കെ വെജിറ്റബിളൊക്കെ വച്ചിട്ടുണ്ട്. പിന്നെ പക്ഷെ കൊലയൊക്കെ ഒരു സൈഡിലാണ്. പിന്നെ അപ്പം വെജിറ്റബിളൊക്കെ ഏകദേശം എല്ലാം ഒരേ ലൈനിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് ഓരോന്നും നമുക്ക് വാങ്ങിക്കാം. ഞങ്ങൾക്ക് കുറച്ച് വാങ്ങിച്ചാൽ മതി, ഒരുപാടൊന്നും വേണ്ട. ഞങ്ങൾ 2 പേരേ ഉള്ളൂ. കുറച്ച് ഒരാഴ്ചത്തേക്കുള്ള വെജിറ്റബിളെ നമുക്ക് വാങ്ങിക്കട്ടെ. എന്നാലും അത് നിങ്ങൾക്കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെറുതായിട്ടൊന്ന് എടുത്തത്. അപ്പം ഞാൻ എടുക്കുന്നെങ്കിൽ ഞങ്ങൾ കുറച്ച് വീതം വെജിറ്റബിളൊക്കെ വാങ്ങുന്നുണ്ട്. അപ്പം ഇതാണ് ഇവിടുത്തെ ഈ കൊലക്കട. കാരണം ഞങ്ങൾ രാവിലെ, അതായത് ഒരു വെളുപ്പിൽ 4 മണിക്കൊക്കെ ഇവിടെ തുടങ്ങും. ഇപ്പോൾ മണി 10. അപ്പോൾ ഏകദേശം സാധനങ്ങളൊക്കെ ആൾക്കാർ വാങ്ങിച്ചും വിറ്റും എല്ലാം പോയി കഴിഞ്ഞു. അപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങി. ആ തിരക്കൊന്നും അല്ലെങ്കിൽ രാവിലെയൊക്കെ ആണെങ്കിൽ വലിയ തിരക്കാണ്, ശരിക്കും തിരക്കാണ്. അപ്പം നമുക്ക് ആ തിരക്കിലൊക്കെ വന്ന് നിൽക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഒന്ന് തിരക്കൊക്കെ കുറയട്ടെ എന്ന് വിചാരിച്ചൊരു 9:30-10 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ഏകദേശം എല്ലാം തിരക്കൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ കൊലക്കടയെന്നൊക്കെ പറയുന്ന വലിയ തിരക്കാണ്, നിറച്ച് കൊലകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഇവിടെ. അപ്പം ഏകദേശം കൊലകളൊക്കെ എല്ലാവരും വാങ്ങിച്ചുകൊണ്ടൊക്കെ പോയി തീർന്നു. ഇനി കുറച്ച് നമുക്ക് സാധാരണക്കാർ അന്നുള്ള ആവശ്യത്തിന് വാങ്ങിക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ കാണുള്ളൂ. അപ്പോൾ അവരൊക്കെയാണ് ഇതിപ്പോൾ അങ്ങനെ വാങ്ങിയത്. നമുക്കും അതുപോലെയൊക്കെ ഇതൊക്കെ ഒന്ന് കണ്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച് മുന്നോട്ട് പോകാം. അപ്പം വരും, നമുക്ക് ഇതൊക്കെ ഓരോന്നായിട്ട് നമുക്കൊന്ന് കാണാം. ഇന്ന് മലക്കറിക്ക് ഇച്ചിരി വില കൂടുതലാണെന്ന് തോന്നുന്നു. കൊലയ്ക്കൊക്കെ ഇച്ചിരി വില കൂടുതലുണ്ട്. അതായത് ഞങ്ങൾ കുറച്ചൊക്കെ വാങ്ങും. ഇതൊക്കെ ഒന്ന് കണ്ട് കാട്ടാക്കട മാർക്കറ്റൊക്കെ ഒന്ന് കണ്ട് മുന്നോട്ട് പോകും. പൊതിഞ്ഞു ഒരു 1/2 കിലോ മതിയല്ലോ. 1/2 കിലോ. എത്ര കിലോ? കിലോ എത്ര രൂപ? 1/2 കിലോ മതി. അത് വേണോ? അത് വാങ്ങിക്കാം. എത്ര? അത് നീ വാങ്ങിക്കാം. 10 രൂപ. 1/2 കിലോ വാങ്ങി. 1/2 കിലോ എല്ലാവരും വേണം. 30 രൂപ വേണോ? ആൾക്കാരുടെ ബഹളവും സംസാരങ്ങളും വിലപേശലും എല്ലാം കൂടി ഒരു രസമാണ് കേട്ടോ. നമ്മുടെ മാർക്കറ്റിലൊക്കെ പോയാൽ ആൾക്കാർ സാധനം വാങ്ങും, വിലപേശുന്നതും അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ മാർക്കറ്റിലൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ ചോദിക്കുന്ന വിലയൊന്നും കൊടുക്കാൻ പാടില്ല. കുറച്ച് വിലയൊക്കെ കുറയ്ക്കുമ്പോൾ ചെറിയ സാധനങ്ങൾക്ക് ചിലപ്പോൾ നമുക്ക് അറിയില്ലാത്തവർക്കാണെങ്കിൽ അവർ ഒരുപാട് വിലയൊക്കെ പറയും. അപ്പം നമ്മൾ അത് കൊടുത്ത് വാങ്ങുന്നവരുണ്ട്, വില അല്ലാതെ വാങ്ങുന്നവരുണ്ട്. അങ്ങനെ ഒരു രസമാണ് മാർക്കറ്റിൽ പോയാൽ വന്ന് കാണാൻ. നമുക്ക് പോകാം.
അപ്പം ഞങ്ങൾ ഏകദേശം വെജിറ്റബിൾ എല്ലാം വാങ്ങി. ഇനി ഞങ്ങൾ വീണ്ടും ആ കൊലക്കടയുടെ അടുത്ത് പോയി ഞങ്ങൾ ഫിഷ് മാർക്കറ്റിലോട്ട് പോവേണേ. ഇവിടെ കൂടി ആ സൈഡിൽ കൂടിയും ഫിഷ് മാർക്കറ്റിൽ പോകാം, ഈ സൈഡിൽ കൂടിയും പോകാം. ഞങ്ങൾ ഇപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ വെള്ളരിക്ക ഇങ്ങനത്തെ കുറച്ച് വെജിറ്റബിളൊക്കെ ഈ സൈഡിൽ നിന്ന് വാങ്ങിച്ചതുകൊണ്ട് ഇവിടെ കൂടി ഞങ്ങൾ ഫിഷ് മാർക്കറ്റിലോട്ട് പോകുന്നു. അവിടെയൊക്കെ തീരെ മഴയും കൂടി ആയപ്പം തീരെ വൃത്തികേടായിട്ട് ഇരിക്കുകയാണ്. ഇത് ഉണക്കമീൻ ആണെന്ന് തോന്നുന്നു. ഉണക്കമീൻ ആദ്യം പണ്ടൊക്കെ നമുക്ക് താഴെ സ്റ്റെപ്പ് ഇറങ്ങി താഴെയാണ് മീനൊക്കെ വെച്ചിരുന്നത്. ഇപ്പം അവിടെ കെട്ടി പാർക്കിംഗ് ഏരിയ ആക്കിയിരിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പം മീനൊക്കെ മുകളിലോട്ടാണ് വെക്കുന്നത്. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നു. ഒരാൾ മീൻ വാങ്ങുന്നുണ്ട്. ചൂര മീനുകളൊക്കെ ഇരിക്കുന്നത് നല്ല വിലയൊക്കെയാണ്, എന്നാലും മീനുകളെ ഉണ്ട്. വലിയ തിരക്കൊന്നും കാണുന്നില്ല. കാരണം ഇപ്പം റോഡുകളിലൊക്കെ മീനുകൾ മാർക്കറ്റിനകത്ത് വലിയ തിരക്കില്ല. അതുപോലെ ഇപ്പം 9-10 മണിയൊക്കെ ആയി. രാവിലെ കച്ചവടക്കാർ വരുമ്പം ഈ വിൽക്ക സാധനങ്ങളൊക്കെ വിൽക്കാൻ വരുമ്പോൾ അവരെപ്പോഴും മീനൊക്കെ വാങ്ങിക്കൊണ്ട് പോകും. ഇപ്പോഴും മീനൊക്കെ ഏകദേശം കുറഞ്ഞ് ഇത് ആ തിരക്ക് കുറഞ്ഞു തുടങ്ങി. പോട്ടെ ഒരാൾ സാധനമൊക്കെ വാങ്ങിച്ച് മുന്നോട്ട് നടന്ന് പോവുകയാണ്. എൻ്റെ ബാക്കിൽ ഞാനും അങ്ങനെ ഇതൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഒരു ചെറിയ വീഡിയോ ഒക്കെ എടുത്തെടുത്ത് ഞാനും ബാക്കിൽ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇനി ലാസ്റ്റ് ഒരു സാധനം വാങ്ങിക്കുന്നത് ഇപ്പോൾ ചീര ഇരിക്കുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് ഒരു കുറച്ച് ചീര വാങ്ങിക്കാം. ചീരയും കൂടെ വാങ്ങിച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ വേറെ ഒന്നുമില്ല. ഇനി മുന്നോട്ട് പോകുമ്പോൾ എന്തെങ്കിലും അത്യാവശ്യമായി കാണുകയാണെങ്കിൽ നമുക്കതും കൂടി വാങ്ങാം. അതായിപ്പോൾ നമുക്ക് ചീര വാങ്ങിക്കാം. 2 പിടി ചീര വാങ്ങിച്ചു. 1 പിടി ചീരയിൽ 20. അപ്പോൾ 2 പിടി ചീര വാങ്ങിച്ചു. അതും വാങ്ങിച്ചു. ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല വാങ്ങിക്കാനായിട്ട്, പ്രത്യേകിച്ചൊന്നുമില്ല. അങ്ങനെ വേണമെങ്കിൽ ഇനി നമുക്ക് ഒരാഴ്ചത്തേക്ക് അടുത്ത ആഴ്ച തൽക്കാലം ഞങ്ങൾ ഇപ്പം എല്ലാം വാങ്ങിച്ചു തിരിച്ചു പോവുകയാണ്. ഞങ്ങൾ ആ ഗേറ്റിൽ കൂടി വന്ന് കറങ്ങി മീൻ മാർക്കറ്റിൻ്റെ അവിടെ കൂടി ഇപ്പുറത്തെ സൈഡ് വന്ന് നമ്മൾ ആദ്യം കാണിച്ചിരുന്ന ഗേറ്റിൻ്റെ അവിടെ കൂടിയാണ് നമ്മളിപ്പം അങ്ങോട്ട് പോകുന്നത്. ഇവിടുന്ന് ഇനി എന്തെങ്കിലും കാണുകയാണെങ്കിൽ വാങ്ങിക്കാം, അല്ലെങ്കിൽ ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ എല്ലാ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പോവുകയാണ്. മത്തങ്ങ എല്ലാം 20 മത്തങ്ങയൊക്കെ ഇപ്പോൾ വാങ്ങിക്കൊക്കെ അതൊക്കെ ചെറു കച്ചവടക്കാർ അവിടെ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന് പ്രത്യേകിച്ച് വയ്ക്കുകയാണ്. മരിച്ചിനി തൂക്കം നമ്മൾ വാങ്ങണമെന്നുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ എന്തായാലും വാങ്ങിക്കണം. നമുക്ക് ഇന്നും വരുമ്പോൾ വാങ്ങാം. പിന്നെ ഇതാണ്ട് ഈ സെക്ഷനൊക്കെ പുളിയുണ്ട്, നല്ല പുളിയാണ്. പുളിയൊക്കെ വിൽക്കാനുണ്ട്. നാരങ്ങ, ഇത് ഇത്രയും നാരങ്ങ സെക്ഷനാണ്. ഇവിടെയെല്ലാം നാരങ്ങ മാത്രമേ ഉള്ളൂ. പിന്നെ മഴക്കാലമല്ലേ, നാരങ്ങയുടെ ആവശ്യമില്ല. എന്നാലും വേണമെങ്കിൽ കുറച്ച് നാരങ്ങ വാങ്ങിക്കാം. അങ്ങനെ ഞങ്ങൾ അത് നാരങ്ങയും കുറച്ച് വാങ്ങിച്ചു. ഇനി അപ്പം നമുക്ക് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങുകയാണ്. ഇത് കലങ്ങളൊക്കെ വിൽക്കുന്ന കട, അതാണ് പിച്ചാത്തി കത്തികളൊക്കെ വയ്ക്കുന്ന ഈ സൈഡിൽ കൂടെയാണ് പോകുന്നത്. അപ്പം ഇനി നമ്മൾ ഞങ്ങളെ വണ്ടി കൊണ്ടുവച്ച സ്ഥലത്തുകൂടി കറങ്ങി ഞങ്ങൾ വീണ്ടും പഴയ സ്ഥലത്ത് നിന്നെത്തും. നല്ല കലങ്ങളൊക്കെ വിൽക്കുന്ന ഏരിയയാണ് ഇവിടെ. ഇപ്പുറത്ത് മുറം, പെട്ടി ഇങ്ങനെയൊക്കെ വിൽക്കുന്ന സാധനങ്ങളുണ്ട്. അതിൽ കൂടി തന്നെ കുറച്ച് വെജിറ്റബിളും അവരൊക്കെ കൊണ്ട് വയ്ക്കും. എന്താ മുറമൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ ഇവിടെ ഈ സെക്ഷനിൽ. കലം, മുറം, പെട്ടി, പിന്നെ തവി ഇങ്ങനെയൊക്കെ ഉള്ളതാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായല്ലോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ശരി, ഇനി അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. ഓക്കെ, ബൈ. അമ്പോ